ഹായ് ഗായ്സ്, അപ്പൊ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി ആദ്യം തന്നെ ശർക്കരയും തേങ്ങയും കൂടെ വിളയിച്ചുകൊണ്ടിരിക്കുകയാണ്. ശർക്കരയുടെ ചെറിയ 2-3 ക്യൂബ്സ് ആയിരുന്നു അതിലുള്ളത്. ശർക്കരയും തേങ്ങയും കൂടെ വിളയിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കൂടെ ഞാനൊരു ഇച്ചിരി ജിഞ്ചർ പൗഡറും ഇച്ചിരി ജീര പൗഡറും കൂടെ ആഡ് ചെയ്തു. അതും കൂടെ നല്ലപോലെ ഒന്ന് വിളഞ്ഞ് ഇതായി വരണം. അപ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്ത് ഇപ്പോൾ കുറച്ച് അത്യാവശ്യം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഇതൊക്കെ ഒന്ന് മാറി ഒന്ന് ടൈറ്റായി കഴിയുമ്പോഴത്തേക്കും നമുക്കിത് ഓഫ് ചെയ്യാം. അതിൻ്റെ കൂടെ ഞാനിവിടെ പഴം വേവിച്ച് വെച്ചിട്ടുണ്ട്. നല്ല പഴുത്ത പഴമാണ്, അപ്പോൾ പഴവും കൂടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അരിപ്പൊടി ചൂടുവെള്ളത്തിൽ കുഴച്ച് ഒരു 10 മിനിറ്റ് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിനി കുഴച്ചെടുക്കണം. അപ്പോൾ കണ്ടോ, നമ്മുടെ ശർക്കരയും തേങ്ങയും കൂടെ വിളയിച്ചത് നല്ലോണം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊരു മോയ്സ്ചർ ഫോം നിന്നോട്ടെ, എന്നാലാണ് ഇതിലേക്കും കൂടെ അത് പിടിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര തിക്കായിട്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇതിലും കൂടുതൽ ടൈറ്റ് ആക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് കുറച്ചുകൂടെ ടൈറ്റ് ആക്കി ഇതാക്കി എടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഇങ്ങനെയാണ് ശർക്കര വിളയിച്ച് വെച്ചേക്കുന്നത്. ഇനി ബാക്കി ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമ്മൾ പുഴുങ്ങി വെച്ച ഏത്തപ്പഴം തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ അകത്തെ നാരുകളും സീഡും എല്ലാം ഞാൻ റിമൂവ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഞാൻ ഇതിന്റെ അകത്തുനിന്ന് ഈ സീഡുകളെല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി ഈ സീഡ്സ് എല്ലാം ഞാൻ റിമൂവ് ചെയ്യാൻ പോവാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഇതിന്റെ സീഡ്സ് എല്ലാം റിമൂവ് ചെയ്തു. കണ്ടോ, എല്ലാ സീഡ്സും റിമൂവ് ചെയ്തു. ഇനി ഇതൊന്ന് മിക്സി ജാറിൽ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിത് മിക്സി ജാറിൽ നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന അരിമാവിലേക്ക് മിക്സ് ചെയ്യാൻ പോവാണ്. അങ്ങനെ ഈ മാവിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഫുള്ള് പേസ്റ്റും ബനാന പേസ്റ്റും നമ്മൾ ഇതിന്റെ അകത്തേക്ക് ഇടുകയാണ്. അപ്പൊ നമ്മുടെ ബനാന ഇട്ട് കുഴച്ച മാവ് ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് ഓരോ ഉണ്ടകളായിട്ട് പിടിച്ച് അതിന്റെ അകത്ത് നമ്മൾ ഇടുക്കി വെച്ച ശർക്കരയും തേങ്ങയും കൂടെ ആക്കി നമുക്ക് എല്ലാം കഴിക്കാം, സ്വാദിഷ്ടമായിട്ട് കഴിക്കാം. ഹായ് ഗായ്സ്, അപ്പൊ നമ്മുടെ ശർക്കര കൊണ്ടുള്ള റൈസ് ബോൾസ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മള് ഇനി ആവി കയറ്റാനായിട്ട് സ്റ്റീം ചെയ്യാനായിട്ട് ഇതിന്റെ അകത്തേക്ക് വെക്കാൻ പോവാണ്. ഗായ്സ്, അങ്ങനെ ഞാനിപ്പോ ഇതെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് ആവി ഇതാവുന്നവരെ നമ്മൾ മൂടി വെക്കണം. അപ്പൊ ഞാൻ ഇത് മൂടി വെക്കാൻ പോവാണ്. ആവി വന്നിട്ട് ഓപ്പൺ ചെയ്യുമ്പോ കാണിച്ചു തരാം. നമ്മുടെ സ്വാദിഷ്ടമായ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. ഞാൻ കൊഴുക്കട്ട എടുത്ത് വെക്കാണ്. യെസ്, അങ്ങനെ ഉണ്ട്, റെഡി ആയിട്ടുണ്ട്. കൊഴുക്കട്ട കഴിച്ച് നമുക്ക് രസിക്കാം. നല്ല ചൂട് കൊഴുക്കട്ട കഴിക്കാൻ പോവാണ്. എങ്ങനെയുണ്ട് ഏട്ടാ ചൂട് കൊഴുക്കട്ട? കൊള്ളാമോ? വെയിറ്റ് ചെയ്യാനോ? ഓഹോ, അമ്പുചേട്ടാ എങ്ങനെയുണ്ട് കൊഴുക്കട്ട? മുന്തു, എങ്ങനെയുണ്ട് എന്റെ കൊഴുക്കട്ട? ഇഷ്ടായോ? സുടാൻ കൊഴുക്കട്ട നല്ല രുചിയുണ്ട്.